നമ്മുടെ പ്രിയപ്പെട്ട ഓണറബിൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ എനിക്ക് ഏത് അവാർഡെങ്കിലും അതുപറ്റി ഒരു വലിയ താല്പര്യമൊന്നുമില്ല, മനസ്സിൽ ഉള്ളിൽ തുറന്നു പറയുന്നുണ്ട്. എന്നെങ്കിൽ ഇത് എൻ്റെ സ്വന്തം ഭൂമിയാണ്, എൻ്റെ അമ്മയുടെ ഭൂമിയാണ്, മാതൃഭൂമിയാണ്. എങ്കിൽ കേരളത്തിന് വലിയ ഏറ്റവുമാണ് ഈ നിശാഗന്ധി അവാർഡ് നമ്മുടെ പ്രിയപ്പെട്ട CM അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അമ്മ എനിക്ക് തരുന്ന ബഹുമതിയാണ് മനസ്സിൽ കൊണ്ട് ആ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വന്നിടുന്നു. ഈ സമയത്ത് എനിക്ക് മ്യൂസിക് അക്കാഡമി തുടങ്ങാൻ വേണ്ടി സ്ഥലങ്ങൾ തരുന്നതായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്, നമ്മുടെ CM ഉമ്മൻചാണ്ടി ഇവിടെ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഫീലിംഗ് പറയാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് പറയാം. ഇന്ന് മുതൽ 27 വരെ 8 ദിവസം ഈ നിശാഗന്ധി അത് കലാകാരന്മാരുടെയും കലാപ്രേമികളുടെയും ഒരു സംഗമമായിട്ട് മാറുകയാണ്. ശ്രീ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പ് നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ ഈ നിശാഗന്ധി ഓഡിറ്റോറിയം തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ ഒരു അലങ്കാരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പൺ എയർ ഒരു തിയേറ്റർ പോലെ ആണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ടുള്ള മഴ കാരണം ഇവിടെ സംഘാടകർക്ക് പരിപാടി നടത്താൻ ഒരു ആത്മവിശ്വാസക്കുറവ്, കാരണം മുടങ്ങിപ്പോകുമോ എന്നത്. അതുകൊണ്ട് ഇതിൻ്റെ റൂഫിങ്ങൊക്കെ ശരിയാക്കുന്ന തീരുമാനം എടുത്തു. അതിൻ്റെ പണി ആരംഭിച്ചു. ഞാൻ ശ്രീ അനിൽകുമാറിനോട് ചോദിച്ചു എന്ന് തീരും എന്ന്. ഈ സാമ്പത്തിക വർഷം തന്നെ മാർച്ച് 31 മുമ്പ് ഇത് തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ വാക്ക് പാലിക്കാനുള്ള ഊർജ്ജസ്വലതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും നീങ്ങുകയാണ്. നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ സംഗീത സദ്യ ആസ്വദിക്കാൻ ഉള്ളതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ ഒരു പ്രതിഭ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിഭ ശ്രീ ഇളയരാജ, അദ്ദേഹത്തിന് നിശാഗന്ധി പുരസ്കാരം 4ാമത്തെ പുരസ്കാരം കൊടുക്കുന്ന ഈ ധന്യമായ ചടങ്ങിന് സാക്ഷികളാകാൻ കൂടിയാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അദ്ദേഹം ജന്മം കൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട്ടാണെങ്കിലും അദ്ദേഹം കേരളത്തെ സ്നേഹിക്കുന്നു, കേരളീയരെ സ്നേഹിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പം പറഞ്ഞു, കേരളം എനിക്ക് മാതൃഭൂമിയാണ്. ഈ പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം നാട് എന്നെ അംഗീകരിക്കുന്നു, എനിക്ക് തരുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കണ്ടു, ഞാൻ വളരെയധികം അഭിമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രതിഭ, സംഗീത സംവിധായകൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിഭ, അദ്ദേഹത്തെ ആദരിക്കാൻ നമുക്ക് അവസരം കിട്ടിയത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കൂടി ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദുഃഖം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, 90കളിൽ ശ്രീ ഇളയരാജയ്ക്ക് നമ്മുടെ സംസ്ഥാനം ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു സംഗീത അക്കാഡമി, മ്യൂസിക് അക്കാഡമി ഉണ്ടാക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് നമ്മൾ വളരെയധികം ഉത്സാഹത്തോടെ അതിന് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ 20 കൊല്ലം കഴിഞ്ഞിട്ടും അത് നടന്നിട്ടില്ല. ആ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ട്. ഏതായാലും
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്നത്തെ വാക്ക് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ സംശയം, ഞാൻ കേരളത്തിൽ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കില്ല, ഞാൻ റെഡി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ അന്നത്തെ വാഗ്ദാനം ഇന്ന് നിറവേറ്റിയിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ അടുത്തിരുന്ന ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, എന്നെ കുഴപ്പത്തിലാക്കരുത്, എത്രയും വേഗം സ്ഥലം കണ്ടെത്തി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് 5 ഏക്കർ സ്ഥലം ആ മ്യൂസിക് അക്കാഡമിക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തും, അത് കൊടുക്കും. ആ മ്യൂസിക് അക്കാഡമി ഏറ്റവും വേഗത്തിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശിക്കുന്നു.